ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തേ സൂരയ തേജോവാരിമൃതാം യഥാവിനിമയോ എത്ര തിസർഗോമുഷാ ധാമ്ന സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ സൂതനോട് ശൗനകാദികൾ ചോദിക്കുന്ന ചോദ്യത്തിന് സൂതൻ ഉത്തരം പറയാൻ ആരംഭിക്കുന്നതാണ് രണ്ടാമത്തെ അധ്യായം. ഈശ്വര കാര്യങ്ങൾ പറയുക, ഫലിപ്പിക്കുക എന്നൊക്കെ പറയുന്നതൊരു സാധാരണ പ്രസംഗമല്ല. അത് മറ്റുള്ളവരിൽ ഫലം ഉണ്ടാക്കണമെങ്കിൽ ഭക്തി ആദി ഗുണങ്ങൾ ഈ കേൾക്കണവർക്ക് അങ്ങോട്ട് ഉണ്ടാവണമെങ്കിൽ ദൈവാനുഗ്രഹം, സ്വപരിശ്രമം, ഗുരുവിൻ്റെ അനുഗ്രഹം ഇതെല്ലാം അതിന് വേണം. മാറ്റർ പഠിച്ച് പറയലല്ല എന്ന് ഇന്നലെ പറയുണ്ടായി. അപ്പോൾ ആരെയൊക്കെ നമസ്കരിച്ചു? 2 ശ്ലോകം കൊണ്ട് ശുഗനെ നമസ്കരിച്ചു ആചാര്യനായിട്ട്. പിന്നെ നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വ്യാസനെയും നമസ്കരിച്ചു. സംസാരത്തെ ജയിക്കാനുള്ള ശാസ്ത്രത്തെ പറഞ്ഞു തരാം. അടുത്ത ശ്ലോകം 5. മുനയ സാധു പൃഷ്ടോഹം ഭവദ്ഭിർ ലോകമംഗളം യകൃത കൃഷ്ണസംപ്രശ്നോ ഏനാത്മാ സുപ്രസീദതി. ആദ്യത്തെ ചോദ്യം കൊണ്ടാണ് തുടങ്ങുകയാണ്. ആത്മാവിന് സുഖം കിട്ടുക എന്തുകൊണ്ടാണ്? അതല്ലേ നിങ്ങൾ ചോദിച്ചത്? പറയാം. മുനയ, മഹർഷിമാരേ എന്ന് വിളിക്കുകയാണ് സംബോധന. സാധു പൃഷ്ടോഹം, നിങ്ങൾ എന്നോട് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഈ ആത്മാവിന് സന്തോഷം ഉണ്ടാവണ കാര്യമൊന്നും നമ്മുടെ പരിധിയിൽ വരാറില്ല ഇല്ലേ? ഇപ്പം എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം എല്ലാവരുടെയും വിഷയം പഞ്ചായത്ത് ഇലക്ഷനാവും ഇല്ലേ? പേര് കൊടുത്തോ, പേര് ചേർത്തോ, പേര് വിട്ടുപോയിണ്ടോ, ഏതാ നിങ്ങളുടെ ബൂത്ത്, ഇങ്ങനെ എല്ലാം ഇപ്പം അതാണ് വിഷയം. പലതും നമ്മൾ സംസാരിക്കും. പക്ഷേ ആത്മാവിനെക്കുറിച്ചോ ഈശ്വരകാര്യം ഇപ്പം എത്ര അമ്പലങ്ങളുണ്ട് ലോകത്തിൽ, ഈ കേരളത്തിൽ വിശേഷിച്ചല്ലേ? എത്ര അമ്പലത്തിൽ ഈ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പലരും ചോദിക്കും ഇവിടെ ഒരു വായന വെച്ചുകൂടെ വെച്ചാൽ അതിലൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. ഇവിടെ 10 ദിവസത്തെ ഡാൻസ്, പാട്ട്, കൂത്ത് ഇതൊക്കെ നടക്കൽ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെയാണ്. അമ്പലത്തിലും കൂടി ഇല്ല ഗീതയും ഭാഗവതവും രാമായണവും. പിന്നെ എവിടെ ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ. ഇപ്പം എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. നേരത്തൊക്കെ നന്നാക്കിയിട്ട് എന്താ ഉണ്ടായി? പാട്ടും കൂത്തും ചാട്ടവും കളി. ഇതിന് ആൾക്കാരുടെ നിന്ന് കാശ് പിരിക്കുക. ഇതിനൊക്കെ വേറെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? വായനശാലയുടെ വാർഷികം നടത്തിക്കൂടെ? സ്കൂളിൻ്റെ വാർഷികം നടത്തിക്കൂടെ? പിറന്നാൾ നടത്തിക്കൂടെ? ഇവിടെയൊക്കെ ചാട്ടവും കളിയും ഡാൻസും പാട്ടും ഇഷ്ടം പോലെ ആവാം. ഇതൊന്നും വേണ്ട എന്നാരും പറയണില്ല. അമ്പലം അതിനുള്ള സ്ഥലമല്ല. അപ്പം എന്തായാലും എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ അവിടെ പോലും ആൾക്കാർക്ക് താല്പര്യമില്ല. പക്ഷേ നിങ്ങളെന്തായാലും അതിൽ താല്പര്യപ്പെട്ട് ചോദിച്ചത് വളരെ നന്നായി. നിങ്ങൾക്കെങ്കിലും തോന്നിയല്ലോ. ഭവദ്ഭിർ ലോകമംഗളം. നിങ്ങൾക്ക് ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറയുന്ന ഉത്തരം നിങ്ങൾക്ക് മാത്രമല്ല പ്രയോജനപ്പെടാൻ പോകുന്നത്. മംഗളം, ലോകമംഗളം, ഇതവിടെ തങ്കലിപികളിൽ എഴുതപ്പെട്ട് കിടന്നാൽ അനവധി ആളുകൾ വായിക്കും. അനവധി ആളുകൾ മനസ്സമാധാനം കണ്ടെത്തും. അപ്പോൾ ലോകമംഗളമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ചാട്ടവും കളിയും ഡാൻസും ഉണ്ടായാൽ തൽക്കാലം മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. അത് ചെറിയ ആനന്ദം, അപ്പുറത്തേക്ക് അത് നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. അതാണ് ഈ ആത്മീയവും ആത്മീയ അല്ലാത്ത കാര്യവും തമ്മിലുള്ള വ്യത്യാസം. ഈ സ്റ്റേജിൻ്റെ മുകളിൽ കണ്ടു, നല്ല ഭരതനാട്യം തന്നെയാണ്. എത്ര നേരം അതിൻ്റെ ആനന്ദം നിൽക്കും? ഒരു സിനിമ കണ്ടു, എത്ര നേരം അതിൻ്റെ ആനന്ദം നിൽക്കും? ആ കാണുന്ന സമയത്തുണ്ടാവും, കുറച്ചും കൂടി ഉണ്ടാവും എന്നല്ലാണ്ട് അതിലപ്പുറം ഒന്നും അതിൻ്റെ ആനന്ദം നിലനിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം ലോകമംഗളത്തിനായിക്കൊണ്ടുള്ളതാണ്. വളരെയധികം ആവശ്യമുള്ള, എല്ലാവരും ചോദിക്കാത്ത, ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യവും എന്നാൽ വേണ്ടതുമാണ്. ഭവദ്ഭിർ ലോകമംഗളം പൃഷ്ടോഹം, ഞാൻ ചോദിക്കപ്പെട്ടു. അത് എനിക്കും ഗുണമാണ് പറയുമ്പോൾ.
പറയണവർക്കുണ്ട് ഗുണം. ദശമസ്കന്ധത്തിലും ഭർത്താരം പൃച്ഛകം ശ്രോതൃൻ, പറയണവർക്ക് ഗുണം, കേൾക്കണവർക്ക് ഗുണം. പറയാനും കേൾക്കാനും അവസരം ഉണ്ടാക്കി കൊടുക്കണവർക്കും ഗുണമുണ്ട്. നാലാളിത് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള പരിശ്രമം ഉണ്ടല്ലോ, അവർക്കും ഉണ്ട് അത്രയും ഗുണം. കേട്ട ഗുണം പുറമേ അവർക്ക് 2 ഗുണം കിട്ടുന്നതാണ്. വേറൊരാളെ കേൾക്കാൻ അവർ സന്ദർഭം ഉണ്ടാക്കിയ ഗുണം അഡീഷണൽ ബോണസായിട്ട് അവർക്ക് കിട്ടും. അവർ മാത്രം കേട്ടാൽ മതി നല്ലല്ലോ വിചാരിച്ച. അപ്പോൾ ഭവദ്ഭിർ ലോകമംഗളം യകൃത കൃഷ്ണസംപ്രശ്നോ ഏനാത്മാ സംപ്രസീദതി. കൃഷ്ണനെക്കുറിച്ചുള്ളതായ ഈ വക ചോദ്യം ചോദിച്ചു. അത് എല്ലാവരുടെ ആത്മാവിനെയും സന്തോഷിപ്പിക്കുന്നതാണ്. എല്ലാവരുടെ ആത്മാവിനെയും സന്തോഷിപ്പിക്കുന്നതാണ്. പറയണവരുടെ, കേൾക്കണവരുടെ, പറയാനും കേൾക്കാനും അവസരം ഉണ്ടാക്കണവർക്കും അതിൻ്റെ ഒരു പുണ്യമുണ്ട് എന്നാണ്. ആ ഒരു ചോദ്യം, പരമശ്രേയസ്സായിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചത് നന്നായി. അതുകൊണ്ട് ഉത്തരം പറയാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ആദ്യത്തെ ചോദ്യം എന്താ, അത് ആദ്യം നോക്കണം. ആത്മാ സംപ്രസീദതി എന്നാണ്. അപ്പോൾ ചോദ്യം വെച്ചിട്ട് വേണം ഇത് നോക്കാം കേട്ടോ. അപ്പം ഇതിന് മുമ്പത്തെ അധ്യായത്തിൽ ആ ചോദ്യമുണ്ട്. എന്താ ചോദ്യം? 11ാമത്തെ ശ്ലോകം. അവർക്കൊന്നും മറയ്ക്കുന്നത് നന്നായിരിക്കും. ആദ്യത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം. ബ്രൂഹിന ശ്രദ്ധദാനാനാം ഏനാത്മാ സംപ്രസീദതി, അതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം. 11 എന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ അധ്യായത്തിലത്തെ 11. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയണത്. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ അഹൈതുക്യ പ്രതിഹത ഏ ആത്മാ സംപ്രസീദതി. ആത്മാവ് സംപ്രസീദതി എന്തുകൊണ്ട് എന്നാണല്ലോ ചോദ്യം. ഇവിടെ പറഞ്ഞു അഹൈതുക്യ അപ്രതിഹത ഭക്തി. സപ്താഹത്തിൽ പറയുമ്പോൾ ഭക്തി ഉണ്ടാവുക എന്നേ പറയൂ. അഹൈതുക്യ അപ്രതിഗതി എന്നുള്ളത് ചുരുക്കിയും പറയും. വ്യാജമായിട്ടുള്ള ഭക്തി എന്ന് വിവരിക്കില്ല, പറയുന്ന സമയം കിട്ടില്ല. പക്ഷെ അത് ശരിക്കും പറയാച്ചാൽ അവിടെ പറയേണ്ടതുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ആ പറഞ്ഞു പോയിട്ട് അപ്പോൾ വല്ലതും ഉണ്ടാവുന്നുണ്ടോ? അഹൈതുകി അപ്രതിഹത എന്ന് 2 വിശേഷണം ഭക്തിക്ക് കൊടുത്തിരിക്കുന്നു. നോട്ട് ചെയ്യേണ്ട വിഷയമാണ്. എന്താണ് അഹൈതുകി ഭക്തി എന്ന് പറഞ്ഞാൽ? അഹൈതുകി ഭക്തി എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലത്തെ ഭക്തിയും മറ്റു ഭക്തിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒന്ന് ഈശ്വരനെ കിട്ടാനാണ് ഭാഗവതത്തിലത്തെ ഭക്തി, മറ്റത് ലൗകിക വസ്തുക്കൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ്. ലൗകിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ഭജനം അഹേതുകി ഭക്തി അല്ല, ഹേതുകി ഭക്തി എന്നാണ് അതിന് പറയുക. എന്തിനാ ഭജിച്ചത്? ഇന്ന കാര്യം നടക്കാൻ. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചു, പോയപ്പോൾ അവിടെ അപ്പോയിൻമെൻ്റ് ഓർഡർ ഫോണിൽ മെസ്സേജ് വന്നു. പ്രാർത്ഥിച്ചേ ഉള്ളൂ, 41 ദിവസത്തിൻ്റെ ഉള്ളിൽ വിവാഹം കഴിഞ്ഞു, ആലോചനയും വന്നു, ഫിക്സേഷനും കഴിഞ്ഞു. ഇതൊക്കെ ശരിക്കുള്ള ഭക്തിയല്ല. കാരണം ഇതിപ്പോൾ ഭക്തി ഇല്ലാത്തവർക്ക് നടക്കുന്നുണ്ട് ഇല്ലേ? ഭക്തി ഇല്ലാത്തവർക്കും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇവർക്ക് ആ ഭക്തി പ്രാർത്ഥിച്ചപ്പോൾ കാക്ക വന്നിരുന്നതും പനമ്പഴം വീണതും ഒപ്പായി എന്നേ ഉള്ളൂ. മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഭക്തിയുടെ ഫലമല്ല, ഭക്തിയുടെ യഥാർത്ഥ ഫലമല്ല എന്ന് പറയുന്നതാവും ശരി. ഭക്തിയുടെ ശരിക്കുള്ള ഫലം ഇതല്ല. ഇത് ഭക്തി ഇല്ലാത്തവർക്കും കിട്ടും ഇല്ലേ? ഇപ്പം എത്ര നിരീശ്വരവാദികൾക്ക് ജോലി കിട്ടുന്നുണ്ട്, ജോലിയൊക്കെ കിട്ടുന്നുണ്ട്. എത്ര നിരീശ്വരവാദികൾക്ക് കല്യാണവും കഴിയുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഈശ്വരവാദം കൊണ്ട് കിട്ടേണ്ടത് ഇതല്ല എന്ന് അതിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ അഹൈതുകി ഭക്തി ലോക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാത്ത ഭക്തി. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ ഭജിക്കണം? ഭഗവാനെ കിട്ടാനും അതുകൊണ്ടുള്ള ആനന്ദം അനുഭവിക്കാനും, അല്ലാണ്ട് അതിൽ നിന്ന് മറ്റൊന്നും കിട്ടിയിട്ടല്ല. അഥവാ അത് കിട്ടിയാൽ തന്നെ ശാശ്വതവുമല്ല, ഒക്കേറ്റിനും പരിധിയുണ്ട്. അതുകൊണ്ട് അതാവരുത് യഥാർത്ഥ ഉദ്ദേശം. അതാണ് ഇവിടെ അഹൈതുകി ഭക്തി എന്ന് പറഞ്ഞത്. ഭക്തി എന്ന് മാത്രമല്ല പറഞ്ഞത്, അപ്രതിഹത ഭക്തി രണ്ടാമത്. അതെന്താണ്? യാതൊരു തടസ്സവും കൂടാത്തത്.
എന്ത് തടസ്സമുണ്ടെങ്കിലും ഭക്തിയെ ബാധിക്കാൻ പാടില്ല. എന്തൊക്കെ തടസ്സങ്ങൾ ഭക്തിക്ക്? ഒന്ന് രോഗം, പിന്നൊന്ന് ദാരിദ്ര്യം, പിന്നൊന്ന് മനോവിഷമങ്ങൾ. ഇതൊക്കെ പലപ്പോഴും ഭക്തിക്ക് തടസ്സമാവും. നാരായണ ഭട്ടതിരിക്ക് വാദം വന്നപ്പോൾ ഭക്തിക്ക് തടസ്സമായില്ല. കൂടുതൽ ഊർജിതമായിട്ട് ഭജിക്കുക ചെയ്തത്. അങ്ങനെയാവണം എന്നാണ്. ദാരിദ്ര്യം കുചേലന് വന്നു. ആദ്യം വിശപ്പിന് വഴി ഉണ്ടാവട്ടെ എന്നിട്ട് ആവാമെന്ന് പറഞ്ഞ അദ്ദേഹം ഇരുന്നില്ല. മുതല പിടിച്ചപ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദന ഗജേന്ദ്രനുണ്ടായി. മുതല വിടട്ടെ എന്നിട്ടാവാം ഭജനം എന്ന് വിചാരിച്ചില്ല. അപ്പോഴാണ് കൂടുതൽ ഭജിച്ചത്. അപ്പോൾ അതാത് ക്ലേശങ്ങളിൽ നിന്ന് അവർക്കൊക്കെ മോചനം കിട്ടും ചെയ്തു. അപ്പം എന്ത് വന്നാലും നമ്മുടെ ഭക്തിക്ക് വിഘ്നം ആവരുതാത്ത ഭക്തിക്കാണ് എന്ത് പറയുക, അപ്രതിഹതാ ഭക്തി. അതുള്ളവർക്ക് തീർച്ചയായിട്ടും ആത്മാ സംപ്രസീദതി. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അവർക്ക് തീർച്ചയായിട്ടും ആത്മാവിന് സമാധാനം കിട്ടും. ഏത് വന്നാലും അതിന് വിഘ്നം ഉണ്ടാവാൻ പാടില്ല. ഇതാണ് സവൈ പുംസാം പരോധർമ്മോ. പുംസാം മനുഷ്യന്, പുരുഷന് യഥാർത്ഥ ധർമ്മം അതോക്ഷചേ അകൈതുക്യ പ്രതിഗതാ ഭക്തി. ആരിൽ? അതോക്ഷചൻ. അതോക്ഷചൻ ഇന്ദ്രിയങ്ങൾക്ക് വശംവദനാകാത്തവൻ ആരേയുള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇന്ദ്രിയങ്ങൾക്ക് വശംവദനാവാത്തവൻ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനായ ഭഗവാനിൽ ശ്രീകൃഷ്ണ ഭക്തി അഹൈതുകി അപ്രതിഹത, യാതൊരു തടസ്സവും ഉണ്ടാവരുത്. അങ്ങനത്തെ ഭക്തി വളരെ കുറവാണ് പലർക്കും. എപ്പോഴെങ്കിലും ചില ആൾക്കാർക്ക് എത്രയേ അതുണ്ടാവുള്ളൂ. യാതൊന്നും വേണ്ട എന്ന് ഭഗവാനോട് പറയാൻ സാധിക്കുന്നതായ ഭക്തി. ആ ഭക്തിയാണ് ആത്മാ സംപ്രസീദതി. യഥാർത്ഥത്തിൽ ആത്മാവിന് സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഉള്ള ഭക്തിയുടെ പരിമിതി എന്താണ്? അതുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ആദ്യം അതിലേക്ക് വരാൻ നല്ലതാണ്. പക്ഷേ അതിൽ തന്നെ നിന്നാൽ കുഴപ്പങ്ങളുണ്ട്. കാരണം കാര്യം നടന്നാൽ നമ്മൾ ഭഗവാനെ മറക്കും. കാര്യം നടന്നു. അങ്ങനെ എത്ര ആളുണ്ടറിയോ? കല്യാണം കഴിയണവരെ, മകളുടെ കല്യാണം കഴിയണവരെ സപ്താഹവും രുക്മിണീ സ്വയംവരവും കേമായിട്ട് പങ്കെടുക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. എത്രയോ ആൾക്കാരുണ്ട്. അത് അഹൈതുകീ ഭക്തിയല്ല. അപ്പോൾ കാര്യം കഴിഞ്ഞാൽ ഇടയ്ക്ക് ആ ഭഗവാനെ നമ്മൾ മറക്കും. ചിലപ്പോൾ കാര്യം നടന്നില്ല എന്നും വരാം. ഭാഗവതമൊക്കെ എപ്പോഴും യാഥാർത്ഥ്യമായിട്ടുള്ള സമീപനമാണ്. നിങ്ങൾ എന്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചാലും നടക്കും എന്ന് ഭാഗവതം പറഞ്ഞിട്ടേ ഇല്ല. അത് ആദ്യം തന്നെ പറയണില്ല. നിരാശ വേണ്ട, ഇല്ലാതൊന്നും നടക്കില്ല. നമുക്ക് അർഹതയുള്ളത് മാത്രമേ നടക്കുള്ളൂ. ഇതാദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയല്ലേ വന്നത്? അങ്ങനെ വരാനുള്ള കർമ്മമായിരിക്കും നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മൾ അനുഭവിച്ച് തീരണ്ടേ? ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണ്ടേ? അതിൽ ഭഗവാൻ എന്താ ചെയ്യുക? ധാരാളം നാമം ചോദിച്ചിട്ട് ഉപ്പ് തിന്നിട്ട് എനിക്ക് വെള്ളം കുടിക്കാണ്ടിരിക്കണം ഈശ്വര എന്ന് പ്രാർത്ഥിച്ചാൽ നടക്കുമോ? നിങ്ങളൊന്ന് പറയൂ. ഉപ്പ് ഇഷ്ടം പോലെ തിന്നു, വെള്ളം കുടിക്കാതെ ആക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാൻ സാധിക്കുമോ? അത് അപ്രായോഗികമാണ്. ആയുധം കൊണ്ട് മുറിച്ച് എനിക്ക് മുറിവേൽക്കാതിരിക്കണേ. ചില അസുരന്മാരൊക്കെ വരം ചോദിച്ചിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് ഞാനും ഒരായുധം എൻ്റെ ശരീരത്തിൽ മുറിവേൽക്കാണ്ടാവണം എന്നൊന്ന് പ്രാർത്ഥിക്കുക. അതൊക്കെ ഈ കഥയായിട്ട് പറയുമ്പോൾ പറയുക എന്നല്ലാണ്ട് ചൂട് തീ എന്നെ ഏൽപ്പി അത്രയധികം സിദ്ധിയുള്ളവർക്ക് അത് പറ്റുള്ളൂ. സിദ്ധിയുടെ ലെവലിലേക്ക് ഉയർന്നാൽ പറ്റൂട്ടോ, ഒക്കെ സാധിക്കണത്. അല്ലാത്തവർക്ക് സാധിക്കില്ല. ഇവിടെ ഭാഗവതം സാധാരണക്കാർക്കുള്ളതാണ്. ചിലരുടെ വിചാരമുണ്ട് അതൊക്കെ സന്യസിച്ചവർക്കോ ലോകത്തിൽ വിട്ടവർക്കോ ആണ് തെറ്റ്. നമ്മളെപ്പോലുള്ളവർക്ക് തന്നെ ഭാഗവതം. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളിൽ നമ്മൾ ഊന്നൽ കൊടുക്കണ്ട. യോഗമുള്ളതും അർഹതയുള്ളതും നടക്കും, അല്ലാത്തത് നടക്കില്ല എന്ന ഉദ്ദേശം, ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് ഭജിക്കുന്നതിനെയാണ്
അപ്രതിഹത അഹേതുകി അപ്രതിഹത ഭക്തി എന്ന് പറയുന്നത്. അത് ഉള്ളവർക്ക് ആത്മാവിന് സുഖം കിട്ടുന്നു. ഒന്നും തടസ്സം ആവരുത്, ഒന്നും ഭക്തിക്ക് തടസ്സമാവരുത്. രോഗം വരാം, അസുഖം വരാം, മനഃശല്യങ്ങൾ വരാം, പലതും വരാം, ദാരിദ്ര്യം വരാം. ഇതൊക്കെ ഉണ്ടായിട്ടും ഭഗവാനെ ഭജിച്ച് കരകയറിയ ഒരു കഥയെ കൂടെ കാണാം നമുക്ക്. രോഗിയായിട്ടുള്ള ആളാണ് ഭട്ടേരിപ്പാട് നാരായണ ഭട്ടേരി. നാരായണി എഴുതിയിട്ടത് മാറ്റിയില്ലേ. ദുഃഖം അനുഭവിച്ച ആളാണ് കുചേലൻ, ദാരിദ്ര്യം കൊണ്ട്. അവസാനം അത് മാറി. അപ്പോൾ ഇതൊന്നും തടസ്സമാവരുത്. എന്ത് വിഷമം വന്നാലും ആ വിഷമത്തിനെ തരണം ചെയ്യാനാണ് ഭക്തി എന്നെടുക്കുക. അല്ലാതെ മുഴുവനും മാറാനല്ല. നമുക്ക് അർഹതയില്ലതേ നമുക്ക് കിട്ടുള്ളൂ. ചോദിച്ചതൊക്കെ തരാതിരിക്കുകയല്ല ഭഗവാൻ. അർഹത ഉള്ളവർക്ക് കിട്ടും, ഭജിക്കാത്തവർക്കും കിട്ടുന്നുണ്ട് ഗുണം. അവർക്ക് അർഹതയുണ്ടാവും. അതാണ്. അതുകൊണ്ട് ഇതൊന്നും നേടാനല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇത് ആദ്യം ഒരു ബോധ്യം ഉണ്ടാവുക. പിന്നെ എന്തിനെ നേടാനാണ്? ആ ഒരു അറിവ് നേടാനാണ്. ഈശ്വരനിൽ ഭക്തിയുള്ളവർക്ക് ഏത് വിഷമത്തിനെയും തരണം ചെയ്യാനുള്ള മനസ്സുണ്ടാവും. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവുക. അതാണ് അപ്രതിഹത ഭക്തി. തടസ്സം ഉണ്ടാവരുത്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭക്തി ഉണ്ടാവണം. എങ്ങനത്തെ ഭക്തി? അഹൈതുകി അപ്രതിഹത ഭക്തി. സവൈ പുംസാം പരോധർമ്മോ. അതാണ് മനുഷ്യൻ്റെ പരമമായ ധർമ്മം. യതോ അതോക്ഷജേ അഹൈതുക്യ അപ്രതിഹത ഭക്തി. ഇതിന് തിരിച്ച ശ്ലോകത്തിൽ പറയുന്നത് ഭക്തി അതോക്ഷജേ അഹൈതുക്യ അപ്രതിഹത യയാത്മാ സംപ്രസീദതി. ഞാൻ ഭക്തിയെ പറ്റിയിട്ട് കുറേ പറയുന്നിട്ട് എന്നിട്ടാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നത്. അത്ര അങ്ങോട്ട് പറഞ്ഞാൽ പോരാന്ന് തോന്നി സൂതന്. അഹേതുക്യ അപ്രതിഹത ഭക്തിയെ പറ്റി ഒന്നും കൂടി പറയാം. അടുത്ത ശ്ലോകമൊക്കെ ഈ ചോദ്യോത്തരം തന്നെ. രണ്ടാമത്തേലേക്ക് കിടക്കണില്ല. രണ്ടാമത്തേലേക്ക് കുറേ ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ടാണ് കിടക്കണത്. കുറേ ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ടാണ് കിടക്കണം. അപ്പോൾ അത് നല്ലപോലെ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഭഗവാന്റെ കർമ്മങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയാം. 23-ാമത്തെ ശ്ലോകത്തിലാണ് അതിനുള്ള ഉത്തരം കേട്ടോ. 23-ാമത്തെ ശ്ലോകം വരെ ഈ അഹേതുക്യ അപ്രതിഹത ഭക്തിയെ പറ്റിയാണ് പറയണം. അപ്പോൾ ഒരുപാട് ശ്ലോകമുണ്ട്. ഇനി പറയണം അങ്ങനത്തെ ഭക്തി. 7-ാമത്തെ ശ്ലോകം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനഹത്യാശു വൈരാഗ്യം ജ്ഞാനം എത്തദഹൈതുകം. ഭഗവാനിലുള്ള മേൽ പറഞ്ഞ ഭക്തി ഉണ്ടായാൽ വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടാവും. ഇതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഭക്തി കലിയുഗത്തിൽ ഉണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ ഈ പറഞ്ഞ രണ്ട് കാര്യമുണ്ടോ എന്നാണ് സംശയം. ഭക്തി ഇല്ലേ ചോദിച്ചാൽ ഭക്തി ഉണ്ട്. എത്രയോ ആളുകൾ ശബരിമലയ്ക്ക് പോകണു. ലക്ഷക്കണക്കിന്. പണ്ട് 50 ആൾ 60 ആൾ പോയ കാലം ഉണ്ടായിരുന്നു. ഒരുപാട് വിദൂരത്തല്ല ഈ കാലം. അതിൻ്റെ മുമ്പ് ആരും പോവാത്ത കാലവും ഉണ്ടായിരുന്നു. ഗുരുവായൂരും 50 ആൾക്കാരിൽ താഴെയുള്ള കാലം ഉണ്ടായിട്ട് ഒരുപാട് മുമ്പേ അല്ല. ഇന്നത്തെ പോലെ കണക്കില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്തി ഉണ്ട് കലിയുഗത്തിൽ. പക്ഷേ ജ്ഞാനവൈരാഗ്യങ്ങളില്ല. അതാ പ്രശ്നം. പല ആൾക്കാർക്കും വസ്തുക്കളോടുള്ള ആഗ്രഹം വിട്ടിട്ടില്ല. അതിനു വേണ്ടി പോകുന്നു, അതിനു വേണ്ടി വഴിപാട് കഴിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനവും വൈരാഗ്യവും കുറഞ്ഞ ഭക്തിയാണ് കലിയുഗത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ തെറ്റല്ല. വഴിപാടുകളുടെ ലിസ്റ്റ് നീണ്ട രീതിയിൽ എഴുതി വയ്ക്കൽ ഈ കലിയുഗത്തിലേ ഉണ്ടാവുന്നുള്ളൂ. ഇതിന് മുമ്പ് അത്ര വഴിപാടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കുന്ന വഴിപാട് സാധിക്കുന്നത് ചെയ്യാൻ പോരുക. ഇപ്പം എല്ലാം കാര്യസാധ്യാധിഷ്ഠിത. ഒക്കെ ലിങ്ക് ചെയ്യുകയാണല്ലോ. ഇപ്പോൾ ആധാരമായിട്ട് ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളൊക്കെ കാര്യസാധ്യമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അത് നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് കലിയുഗത്തിൽ ഭക്തി മാത്രമേ ഉള്ളൂ. ആനമില്ല, വൈരാഗ്യമില്ല, അറിവില്ല. വേണ്ട രീതിയിലല്ല ഭക്തി പോകുന്നത്. ശരിയായ ദിശയിലുള്ള ഭക്തിയല്ല ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ കുറവ്. അപ്പം ഞാൻ വാസുദേവനായിട്ടുള്ള ഭക്തിയോഗത്തിൽ കൂടെ നമ്മൾ ഭജിച്ചാൽ, യഥാർത്ഥ ഭക്തി ഉണ്ടായാൽ വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഗുണം എന്നർത്ഥം.
നേരത്തെ പറഞ്ഞ ഭക്തി കൊണ്ട് വൈരാഗ്യവും ജ്ഞാനവും കൂടി ലഭിക്കുന്നു. ഇവിടെ ഉള്ളതെല്ലാം താൽക്കാലികം തന്നെയാണ്. ഒന്നുകിലും അവർ നമ്മളെ വിട്ടുപോകും, അല്ലെങ്കിൽ വസ്തുക്കൾ നമ്മളെ വിട്ടുപോകും, അല്ലെങ്കിൽ വസ്തുക്കളെയോ വ്യക്തികളെയോ നമുക്ക് വിട്ടു പോകേണ്ടതായി വരും. ഇതിൽ അത്ഭുതമേ ഇല്ല, ഒരത്ഭുതവും ഇല്ല. ഇതൊന്നും മനസ്സിലാക്കലാണ് ജ്ഞാനവും വൈരാഗ്യവും. നമ്മൾ തന്നെ വന്നിട്ടുള്ളൂ, നമ്മൾ തന്നെ പോകണം. സംശയമുണ്ടോ ആ കാര്യത്തിന്? അപ്പോൾ ആ ഒരു ബോധമാണ് വൈരാഗ്യം. അതുപോലെ ജ്ഞാനവും. അപ്പോൾ അവിടെ തന്നെ പോയിട്ട് മത്സരബുദ്ധി ഉണ്ടാവുക, ക്ഷേത്രത്തിൽ പോയിട്ട് തന്നെ തമ്മിൽ തല്ലുക, അവിടെ പോയിട്ട് തന്നെ ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ജ്ഞാനം വൈരാഗ്യം എവിടെ? അപ്പോൾ അവിടെ വേണ്ടത് ക്ഷമ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ദേഷ്യപ്പെടാതിരിക്കുക, വസ്തുക്കളോടുള്ള ആഗ്രഹം. അല്ലെ, ഊണയിക്കാൻ തന്നെ തിരക്കണവരാണ് നമ്മൾ. പോലീസും ക്യൂ ഇല്ലാച്ച തിരക്ക് കൂടുതലുണ്ടാവും. അപ്പോൾ എന്താ അർത്ഥം? അതിലൊക്കെയാണ് താല്പര്യം. യഥാർത്ഥത്തിലുള്ള ഈശ്വര ദർശനത്തിലാവണില്ല എന്നർത്ഥം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം എത്തദഹൈതുകം. കൊണ്ട് യഥാർത്ഥത്തിലുള്ള ഭക്തി എപ്പോഴും അഹൈതുകി അപ്രതിഹത ഭക്തി ആവണം. നല്ല ഒരു മഴ ധാരാളം പെയ്താൽ ഇന്ന് അമ്പലത്തിലേക്ക് പോകണ്ടെന്ന് നമ്മൾ വെക്കും, ഇല്ലേ? എന്നും പോണ ആൾ എന്തൊരു മഴ ഈശ്വര, ഇന്ന് പോകണ്ട, അവിടെ വിഘ്നം വന്നു. നേരെ മറിച്ച് 6 മണിക്ക് നിങ്ങളിവിടെ അമ്പലത്തിലെത്തിയ 1,00,000 ഉറുപ്പിയുടെ ചെക്ക് നിങ്ങൾക്ക് തരാം പറഞ്ഞു വിചാരിക്കുക. 6:02 6:01 എത്തിയാൽ കിട്ടില്ല. നമ്മൾ എന്ത് മഴയായാലും പോവില്ലേ? അപ്പോൾ ഈ മഴയല്ല യഥാർത്ഥത്തിൽ തടസ്സമാവണം, നമ്മുടെ മനസ്സാണ്. ഇന്നിപ്പോൾ വേണ്ടാന്ന്, അങ്ങനെയുള്ള വിഘ്നങ്ങൾ വന്നുകൂടാ. അപ്പോൾ ഭഗവാനിലുള്ള ആ ഒരു ഭക്തി യഥാർത്ഥത്തിൽ വരുമ്പോൾ ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയ ഭക്തി ആവണം. ഈ മൂന്നാമത്തെ ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയാനോത്പാദയേതിരതിം ശ്രമയേവ ഹി കേവലം. ഇവിടെ പറയുകയാണ് ധർമാനുഷ്ഠാനം എന്നൊന്ന് എല്ലാവരും എപ്പോഴും പറയുന്ന ഒന്നാണ്. ചില ആൾക്കാർ പറയാറ് തന്നെയുണ്ട്, ആ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, സാമൂഹ്യ സേവനം. വലിയ കാര്യമാണ്. ഈശ്വരനെ ഭജിച്ചിട്ട് രാമകൃഷ്ണാണ് ജപിച്ചില്ലെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചിലതൊക്കെ ഈ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്, അതാണ് വേണ്ടത് എന്ന ധർമ്മം ചിലവരിങ്ങനെ പറയും. ധർമ്മസ്വനുഷ്ഠിത പുംസാം, അവനെന്തായാലും എന്താ കേമായിട്ട് കുടുംബം നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്നുമല്ല കാര്യം എന്ന് വാദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഇവിടെ. എങ്ങനെ നമ്മൾ ധർമ്മം അനുഷ്ഠിച്ചാലും വിശ്വക്സേന കഥ, ഈശ്വര കഥകളിൽ താല്പര്യമില്ലെങ്കിൽ അവൻ്റെ ധർമാനുഷ്ഠാനം വെറുതെയാണെന്നാണ്. ശ്രമ ഏവ ഹി കേവലം, വെറുതെ അവൻ ജീവിച്ചു അധ്വാനിച്ചു എന്നല്ലാണ്ട് ഒരു കാര്യവും അവൻ്റെ ജീവിതം കൊണ്ടുണ്ടായിട്ടില്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. ഒന്ന്, ഇപ്പുറത്തിടാത്ത പൂജ്യങ്ങളാണ് അതൊക്കെ. പൂജ്യം എത്ര ഇട്ടാലും ഒരു കുഴപ്പമില്ല എന്ന പോലെ നമ്മുടെ എല്ലാ ജീവിതധർമ്മങ്ങളും ഒന്നിടാത്ത പൂജ്യം പോലെ നിഷ്ഫലമാവും. എന്തില്ലെങ്കിൽ ഈശ്വര കഥയിൽ താല്പര്യമില്ലെങ്കിൽ. അപ്പം അതുകൊണ്ടാണ് അത്ര പ്രാധാന്യം അതിന് കൊടുത്ത് ഈശ്വര കഥകളിൽ താല്പര്യം ഉണ്ടാവണമെന്ന് പറഞ്ഞത്. അത് ഈശ്വര കഥകളിൽ തന്നെ വേണം, ഈശ്വര കാര്യങ്ങളിൽ പോരാ. എന്താ ഈശ്വര കാര്യം? യാഗാദി കർമ്മങ്ങളുടെ അനുഷ്ഠാനം, ക്ഷേത്ര ദർശനം, തീർത്ഥാടനം, ഇതൊക്കെയാണ് ഈശ്വര കാര്യങ്ങൾ. അത് പോരാ. വിശ്വക്സേന കഥാസുയ, വിശ്വക്സേനൻ ഭഗവാനിലുള്ള കഥയിൽ താല്പര്യമില്ല ഒരാൾക്ക് എങ്കിൽ നോത്പാദയേത് എതിരതിം, ഭക്തി ഇല്ലാത്ത അത്, ഭക്തി എന്ന 2 അക്ഷരം ഇല്ലാത്ത ഈ കർമാനുഷ്ഠാനം ശ്രമ ഏവഹി കേവലം, വെറുതെ പാഴ്വേലയാവും എന്നാണ് പറയണം. ഈശ്വരഭജന ആയിക്കോട്ടെ, സാമൂഹ്യ സേവനം ആയിക്കോട്ടെ, കുടുംബ ഭരണം ആയിക്കോട്ടെ, എന്ത് ചെയ്താലും
ഈശ്വര കഥകളിൽ രമിക്കാൻ കഴിവില്ലെങ്കിൽ അത് വൃഥാവ്യായാമം, ഒന്നിടാത്ത പൂജ്യം പോലെയാണെന്ന്. ഒന്നിട്ടാൽ അതിനൊക്കെ വിലയുണ്ട്, വിലയില്ലാത്തതല്ല. നന്നായിട്ട് കർമാനുഷ്ഠിച്ചാൽ വിലയുണ്ട്. പക്ഷേ ഒന്ന് പുറത്തിട്ടാലേ ആ പൂജ്യങ്ങൾക്കൊക്കെ വിലയുള്ളൂ എന്നർത്ഥം. അതില്ലെങ്കിൽ ഇതൊക്കെ വ്യർത്ഥാണ്. സ്വനുഷ്ഠിത യ ധർമ്മം പുംസാം, ധർമ്മസ്വനുഷ്ഠിത പുംസാം, സ്വയമേവ അനുഷ്ഠിക്കപ്പെട്ടതായ ധർമ്മം പുംസാം മനുഷ്യന്മാർക്ക്. വിശ്വക്സേന കഥകളിൽ, വിശ്വക്സേന കഥാസിയാനോത്പാദയെ തിരിതി, വിശ്വക്സേനൻ ഭഗവാൻ, ഭഗവാന്റെ കഥകളിൽ താല്പര്യമില്ലെങ്കിൽ ശ്രമ ഏവഹി കേവലം, പാഴ്വേലയാണ് എന്ന് പറയാം. വെള്ളത്തിൽ വരച്ച വര നമ്മൾ കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ്. വെള്ളത്തിൽ വര വരച്ചാൽ നിൽക്കുമോ? അതുപോലെയാവും വിശ്വക്സേന കഥാസുയ. ആ കഥകളിൽ താല്പര്യമില്ലെങ്കിൽ കൊണ്ടാണ് രാമായണ പാരായണം, ഭാഗവത പാരായണം, ഗീതാപാരായണം ഒക്കെ കുറേശ്ശെ വീടുകളിൽ നിർബന്ധമായിട്ട് പണ്ട് ചെയ്തിരുന്നത്. അതുണ്ടെങ്കിലേ മനസ്സവിടേക്ക് എത്തുള്ളൂ, കർമ്മം കൊണ്ടെത്തില്ല. ഭാഗവതത്തിൽ വിശേഷിച്ച് പ്രത്യേകിച്ച് പറയണു. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയ ന ഉത്പാദയെ രതിം. വിശ്വക്സേന കഥകളിൽ താല്പര്യമില്ലെങ്കിൽ നോത്ത് നോത്പാദയത്തിന് ശ്രമ ഏവഹി കേവലം. 9ാമത്തെ ശ്ലോകം. ധർമ്മസ്യാപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യധർമ്മേകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത. ധർമ്മസ്യ ഹ്യ അപവർഗ്യസ്യ, അപവർഗസ്യ എന്നല്ല കേട്ടോ, അപവർഗ്യസ്യ. എന്താ രണ്ടും കൂടി വ്യത്യാസം? അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം, അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം. അപവർഗ്യം എന്ന് പറഞ്ഞാലോ മോക്ഷമായിട്ട് ബന്ധമുള്ളത് എന്നാണ് അർത്ഥം, മോക്ഷമല്ല. ഒരു കീയാക്കൂട്ടത്തിൽ അർത്ഥം മാറി. അപവർഗം മോക്ഷം, അപവർഗ്യം മോക്ഷവുമായിട്ട് ബന്ധപ്പെട്ടത്, മോക്ഷമല്ല. മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന വസ്തുക്കൾ എന്ന് പറയാം, എത്തിക്കുന്ന കാര്യങ്ങളാണ് അപവർഗ്യം. അപവർഗ്യം മോക്ഷത്തിലേക്ക് എത്തുന്നതുമായി ബന്ധമില്ലാത്ത ധർമാനുഷ്ഠാനം. നേരത്തെ പറഞ്ഞതിനെ ഒന്ന് വിവരിക്കുകയാണ്. അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ ഡൊണേഷൻ ചെയ്തു, അനാഥ മന്ദിരത്തിലേക്ക് ഡൊണേഷൻ കൊടുത്തു, അത്ര കൊടുത്തു, ഇങ്ങനെ ഊറ്റം പറയുന്ന ഒരുപാട് ആളുണ്ട്. കൃഷ്ണ രാമാന് ജപിക്കുന്നതിലൊന്നും ഞാൻ അർത്ഥം കാണുന്നില്ല. അവർക്കുള്ള മറുപടിയാണ് ആ ധർമ്മങ്ങൾ അപവർഗ്യസ്യ, അപവർഗ്യത്തെക്കുറിച്ചുള്ള ധർമ്മത്തിൻ്റെ പ്രയോജനത്തിനായിക്കൊണ്ട് സമർത്ഥമല്ല. അപവർഗ്യം മോക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംഗതികൾ, അതുമായിട്ട് നമ്മളെ കൂട്ടി യോജിപ്പിക്കില്ല. വെറുതെ കർമ്മം ചെയ്ത് ജീവിച്ചാൽ മോക്ഷം സ്വപ്നത്തിൽ പോലും കിട്ടില്ല. എന്താണ് മോക്ഷം? സർവദുഃഖങ്ങളിൽ നിന്നുമുള്ള നിവർത്തി, അതല്ലേ വേണ്ടത്. അത് പ്രപഞ്ചത്തിലുമായിട്ട് മാത്രം നടക്കണവർക്ക് കിട്ടില്ല. അതിൻ്റെ പ്രാപഞ്ചികമായ ഒരു രീതി തന്നെയാണ് തീർത്ഥയാത്ര. പറയാതെ വയ്യ. ഇന്ന് ഭ്രാന്താണ് പലർക്കും. എവിടേക്കോ പോയാൽ എന്തൊക്കെയോ കിട്ടും എന്നാണ് ധാരണ. എന്ത് കിട്ടാനാ? ഒന്നും കിട്ടില്ല, യാതൊന്നും കിട്ടില്ല. പൂവേ ഉള്ളൂ കയ്യിലുള്ള കാശ്. കയ്യിലുള്ള കാശ് പൂവെന്നല്ലാണ്ട് എവിടെയെങ്കിലും പോയാൽ ഒന്നും കിട്ടാനൊന്നും പോണില്ല. ഇത് എന്തുകൊണ്ടാണ് ഈ ബോധം ഉണ്ടാവുക? ഈശ്വര കഥകൾ കേൾക്കുന്നത് കൊണ്ട് ഉണ്ടാവും. അപ്പം ധർമ്മസ്യ അപവർഗ്യസ്യ, മോക്ഷവുമായിട്ട് നമ്മുടെ മനസ്സിനെ ബന്ധപ്പെടുന്ന ഒന്നും, ബന്ധപ്പെടുത്തുന്ന ഒരു ലക്ഷ്യ നേട്ടവും കേവലം അർത്ഥം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഉണ്ടാവില്ല. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ധനം മാത്രമല്ല. ധനം ഒരു ഘടകമാണ്. ധർമ്മം, അർത്ഥം, കാമം,
ഇതൊക്കെ ചേർന്നതാണ് ഇവിടെ അർത്ഥം എന്ന് ഉദ്ദേശിച്ചത്. മോക്ഷം അവിടെ വരുന്നില്ല. മോക്ഷമൊഴികെയുള്ള ധർമാർത്ഥ കാമങ്ങളാണ് ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ. ഒരു വാക്കിൻ്റെ അർത്ഥം സന്ദർഭത്തിനനുസരിച്ചാണ്. അപ്പം അവിടെ എന്താണ് അർത്ഥം? വാക്കിൻ്റെ ഉദ്ദേശം ധർമ്മവും അർത്ഥവും കാമവും. നേടേണ്ടത് നേടുക, പുത്രന്മാരുണ്ടാവുക, ധനം നേടുക, വീടുണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവിടെ അർത്ഥം. അതൊക്കെ നേടിയത് കൊണ്ട് അത് നേടണ്ടെന്നല്ല, അതുകൊണ്ട് മാത്രം എന്തുണ്ടാവില്ല, അപവർഗ്യസ്യ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ല. ഈ നേടിയതൊക്കെ മനസ്സിന് യഥാർത്ഥ ശാന്തിയെ കൊടുക്കില്ല. അതൊക്കെ വേണ്ടതുമാണ്, പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഈശ്വര കഥകളിൽ താല്പര്യം ഉണ്ടാവണം. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കൂ, സമാധാനം കിട്ടും. ധർമ്മസ്യ ന അർത്ഥസ്യ ധർമ്മ ഏകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത. കാമപൂരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് നേടുകയാണ് കേട്ടോ. കാമം എന്നുള്ള വാക്കിനവിടെ ഇഷ്ടം എന്നർത്ഥമുള്ളൂ. എന്താഗ്രഹിച്ചുവോ അത് നേടിയത് കൊണ്ട് മാത്രം സുഖം കിട്ടില്ല. അത് വസ്തുക്കൾ നേടി, ലോകകാര്യങ്ങൾ നേടി, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് യഥാർത്ഥ ക്ഷേമം നമുക്ക് ലഭിക്കില്ല. അവസാനം വരേക്ക് അത് നിലനിൽക്കുകയും ഇല്ല. ദുര്യോധനൻ എന്തില്ലാഞ്ഞിട്ട് അഷ്ടൈശ്വര്യ സിദ്ധിയുണ്ട് ദുര്യോധനന് ഇല്ലേ? അവസാനം എല്ലാം നഷ്ടപ്പെട്ടു. കൗരവയുദ്ധത്തിൽ, പാണ്ഡവ കൗരവയുദ്ധത്തിൽ തോറ്റ് സർവം നഷ്ടപ്പെട്ടു. എന്താണ് അദ്ദേഹം നേടാത്തത്? അഷ്ടൈശ്വര്യ സിദ്ധിയിലെല്ലാം നേടാൻ പറ്റും. കൊട്ടാരമോ ധനമോ എന്ത് വേണമെങ്കിലും നേടാം അഷ്ടൈശ്വര്യ സിദ്ധി കൊണ്ട്. അത് ധർമ്മമാണ് ഇവിടെ അർത്ഥായോപകൽപ്പത. ആ അർത്ഥം കൊണ്ട് ദുര്യോധനൻ എന്ത് നേടി? ഒന്നും നേടിയില്ല, ഒക്കെ പോയി. പാണ്ഡവരോ ഭഗവാനിൽ ഭക്തിയുള്ളത് കൊണ്ട് എല്ലാം നേടി. ആദ്യം ഒന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെയൊക്കെ നേടി. സുദാമാവ്, കുചേലൻ എല്ലാം നേടി. ആദ്യം ധർമ്മത്തെ ഇങ്ങനെയുള്ള വസ്തുക്കൾ നേടിയില്ല, അതുകൊണ്ട് വല്ല കുറവും വന്നു. അവസാനം എല്ലാം ഭഗവാൻ കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കണം. അല്ലാണ്ട് അതിൽ മാത്രം ലക്ഷ്യം വെക്കലാണ് ജീവിത ലക്ഷ്യം എന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പുറത്തേക്കൊരു ലക്ഷ്യമുണ്ട്, അത് മനസ്സിൻ്റെ മോചനമാണ്. അത് ഈശ്വര കഥകൾ കേൾക്കുന്നത് കൊണ്ടും ശുദ്ധമായിട്ടുള്ള ഭക്തി കൊണ്ടും മാത്രമേ നേടാൻ പറ്റുള്ളൂ. ധർമ്മസ്യാപവർഗീയസ്യ നാർത്ഥോർത്ഥായോപകൽപ്പതേ. അർത്ഥങ്ങൾ നേടിയത് കൊണ്ട് മാത്രം മോക്ഷം മനസ്സിന് ഫീലിംഗ് ചെയ്യില്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉണ്ടാവുന്ന മുക്ത അവസ്ഥയാണ്. മരിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു സംഗതിയല്ല ഇവിടെ ഉദ്ദേശിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ജീവൻ മുക്തിയാണ്. നാർത്ഥസ്യ ധർമ്മ ഏകാന്തസ്യ കാമോ ലാഭായ കിസ്മൃത. കാമങ്ങൾ നേടിയത് കൊണ്ട് മാത്രം മോക്ഷം കിട്ടില്ല എന്ന് പറയാണ്. ശ്ലോകങ്ങളൊന്ന് വായിച്ചിട്ട് നിർത്താം. മുനയസാധു പൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യകൃത കൃഷ്ണസംപ്രശ്നോ ഏനാത്മാ സുപ്രസീദതി. ഉത്തരം സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹേതുക്യപ്രതിഗതാ ഭക്തി ആത്മാ സംപ്രസീദതി. 11ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ അധ്യായത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരം. അഹൈതുക്യ പ്രതിഗതാ ഭക്തി കൊണ്ട് നമുക്ക് സുഖം കിട്ടും. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം എത്തതഹൈതുകം. ജ്ഞാനവൈരാഗ്യങ്ങൾ കഥകൾ കേൾക്കുന്നത് കൊണ്ടുണ്ടാവും. കാര്യങ്ങൾ നേടുക മാത്രമല്ല. ധർമ്മസ്തുനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയ നോത്പാദയതിരതിം ക്ഷമയേവ ഹി കേവലം. ധർമ്മം അനുഷ്ഠിച്ചു ജീവിച്ചു കയമായിട്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്നും നേടുന്നില്ല. വിശ്വക്സേനയിലുള്ള കഥ കേട്ട് താൽപരനാവുക എന്നത് അല്ലെങ്കിൽ ഈ നേടിയതൊക്കെ ശ്രമം മാത്രമായിട്ട് മാറുന്നു, വൃഥാവിലാവും. ധർമ്മസ്യാപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മേകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത. ഈ ഇഷ്ടങ്ങൾ നേടുക 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 നേടുക, അത് കിട്ടി ഇത് കിട്ടി ഇത് നേടി ഇനി നേടും, ഇതുകൊണ്ട് മാത്രം മനസ്സ് സ്വസ്ഥമാവില്ല. ഭക്തി കൊണ്ട് തന്നെ സ്വസ്ഥമാവുള്ളൂ. ആ ഭക്തിയെ പറ്റിയിട്ടാണ് കുറേ ശ്ലോകങ്ങൾ 23ാമത്തെ ശ്ലോകം വരെ വർണ്ണിക്കുന്നത്. കായേന വാച മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യ സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.